Good morning, everybody. Welcome to our English class. Do you remember our last class? Our last class, we studied about Malala Yousafzai and Malala's speech. നമ്മൾ മലാല യൂസഫ്സായിനെ പറ്റിയിട്ടും മലാലയുടെ സ്പീച്ചുമാണ് പഠിച്ചത്. മലാല UN ജനറൽ അസംബ്ലിയിൽ നടത്തിയ സ്പീച്ചാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ കുറച്ച് പാരഗ്രാഫ്. അതിലെന്താണ്? മലാല എല്ലാവരോടും നന്ദി പറയാണ്. അവളുടെ ഫാസ്റ്റ് റിക്കവറിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയാണ്. മലാല താലിബാൻ ഭീകരാക്രമണത്തിൽപ്പെട്ടിട്ട് മരണശയ്യയിലായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആളാണ്. അതിനുശേഷം നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ട് മലാല നടത്തിയ സ്പീച്ചാണത്. ആ മരണശയ്യയിൽ കിടക്കുമ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവരോടൊക്കെ നന്ദി പറയാണ്. പിന്നെ എന്താണ്? മലാല ഫൈറ്റ്സ് ഫോർ വുമൺ എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. മലാല ഡേ എന്നാണ് മലാല ഡേ. ജൂലൈ 12 ഈസ് മലാല ഡേ. ജൂലൈ 12 ആണ് മലാല ഡേ. മലാല ഡേ എന്ന് പറയുന്നത് എന്താണ്? ആർക്കൊക്കെ ഉള്ള ദിവസമാണ്? എവ്രി വുമൺ, എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ ഹു റേസ് ദർ വോയിസ് ഫോർ റൈറ്റ്സ്, അവകാശത്തിന് വേണ്ടി പോരാടുന്നവരുടെ ദിവസമാണ് മലാല ഡേ എന്ന് പറയുന്നത്. എന്നാൽ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടു പെൻ ഈസ് മൈറ്റിയർ ദാൻ ദ സ്വോർഡ്, വാളിനേക്കാളും മൂർച്ചയേറിയത് പെന്നിനാണെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ദ എക്സ്ട്രീമിസ്റ്റ് ആർ അഫ്രൈഡ് ഓഫ് ബുക്സ്, ഭീകരവാദികൾ ബുക്കിനെ പേടിക്കുന്നു. ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രൈറ്റൻസ് ദം, അവരുടെ എഡ്യൂക്കേഷൻ്റെ ശക്തിനെയൊക്കെ അവർ പേടിക്കുന്നു. അതുകൊണ്ട് ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ ദ സ്വോർഡ്, പെന്ന് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 64. നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അവിടെ നിന്ന് തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം. All of you look at your textbook, page number 64 അല്ല 63. Take page number 63. Honorable Secretary General, peace is necessary for education. In many parts of the world, terrorism, wars and conflicts stop children from going to school. Honorable Secretary General, UN ജനറൽ അസംബ്ലിയിലാണ് പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ പറയുന്ന ഹോണറബിൾ സെക്രട്ടറി ജനറൽ, ബഹുമാനിയായ സെക്രട്ടറി ജനറലെ, പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. പീസ് ഈസ് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് ആദ്യം വേണ്ടത് എന്താണ്? പീസ്, സമാധാനമാണ് ആദ്യമായിട്ട് വേണ്ടത്. പീസ് ഈസ് ദ നെസസറി ഫോർ എഡ്യൂക്കേഷൻ. ആവശ്യമുള്ളത്, എഡ്യൂക്കേഷൻ ആവശ്യം സമാധാനമാണ്. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്, ടെററിസം, wars and conflicts stop children from going to school. In many parts of the world, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ടെററിസം, ഭീകരപ്രവർത്തനങ്ങൾ, വാർസ്, യുദ്ധങ്ങൾ, ആൻഡ് കോൺഫ്ലിക്ട്സ്, സംഘട്ടനങ്ങൾ മൂലം സ്റ്റോപ്പ് ചിൽഡ്രൻ ഫ്രം ഗോയിങ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകാൻ തന്നെ അതൊരു തടസ്സമായിരിക്കുകയാണ്. ഏതൊക്കെ കാരണങ്ങൾ? ടെററിസം, വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ആർ സ്റ്റോപ്പ് ചിൽഡ്രൻ ഫ്രം ഗോയിങ് ടു സ്കൂൾ. ഈ 3 കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ തന്നെ സാധിക്കുന്നില്ല. We are really tired of these wars. We people are really tired of these wars. We Pakistanis, പാകിസ്ഥാനിലെ ജനങ്ങൾ are tired of these wars. ഈ വാർ കൊണ്ട് ഞങ്ങൾ ടയേർഡായി, ക്ഷീണിതരായി. കാരണം എന്താണ്? അവിടെ എപ്പോഴും യുദ്ധങ്ങളാണ്. യുദ്ധങ്ങൾ മൂലം അവർക്ക് വളരെയധികം ക്ഷീണിച്ചു, അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. Women and children are suffering in many parts of the world in many ways. Women and children are suffering many parts of the world in many ways. പലതരത്തിലും ലോകത്തിൻ്റെ പല ഭാഗത്തിലുള്ള സ്ത്രീകളും കുട്ടികളും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. സഫറിങ് എന്ന് പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്നു. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ മെനി വേസ്, പല ഭാഗത്തും പലതരത്തിലുമാണ് വുമൺ ആൻഡ് ചിൽഡ്രൻ ആർ സഫറിങ്, വുമണും ചിൽഡ്രനും സഫർ ചെയ്യുന്നത്. മെനി ഇന്നസെൻറ്റ് ആൻഡ് പുവർ ചിൽഡ്രൻ ആർ വിക്ടിംസ് ഓഫ് ചൈൽഡ് ലേബർ. Many innocent and poor children are victims of child labor. Innocent, നിഷ്കളങ്കരായ, poor children, പാവപ്പെട്ട കുട്ടികൾ, are victims of child labor. Victims, ഇരകൾ. ചൈൽഡ് ലേബർ, ബാലവേല. ബാലവേലയ്ക്ക് പല കുട്ടികളും ഇരകളാകുന്നു. നിഷ്കളങ്കരും പാവപ്പെട്ടവരുമായ പല കുട്ടികളെയും ബാലവേലയ്ക്ക് ഇരകളാക്കുന്നു. Many innocent and poor children are victims of child labor. Young girls have to do domestic and child labor and are forced to get married at an early age. Young girls have to do domestic child labor. Young girls have
ടു ഡു ഡൊമസ്റ്റിക് ചൈൽഡ് ലേബർ വീടുമായി ബന്ധപ്പെട്ട ജോലികൾ, വീട്ടുജോലികളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ആർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ് അറ്റ് ആൻ ഏർലി ഏജ്, വളരെ ചെറുപ്രായത്തിൽ തന്നെ ദേ ആർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ്, അവരെ വിവാഹം ചെയ്ത് അയക്കുന്നു. ബാലവിവാഹം എന്നൊക്കെ പറയില്ലേ, അതന്നെ നടത്തുന്നു. പോവർട്ടി, ignorance, injustice, racism and the deprivation of basic rights are the main problems faced by both men and women. Poverty, ignorance, injustice, racism and deprivation of basic rights are the main problem faced by both men and women. Both men and women are faced many problems. പുരുഷന്മാരും സ്ത്രീകളും പല പ്രശ്നങ്ങളും നേരിടുന്നു. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? പോവർട്ടി, ദാരിദ്ര്യം; ഇഗ്നറൻസ്, അവഗണന; ഇൻജസ്റ്റിസ്, അനീതി, നീതിയില്ലാത്ത അവസ്ഥ; റേസിസം, ഈ ഗോത്രത്തിൻ്റെയും മതത്തിൻ്റെയൊക്കെ പേരിലെ വേർതിരിവ്; ആൻഡ് ഡിപ്രീവിയേഷൻ ഓഫ് ബേസിക് റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളുടെ ഡിപ്രീവിയേഷൻ, നിഷേധം. ഇതൊക്കെയാണ് ദീസ് ആർ ദ മെയിൻ പ്രോബ്ലം ഫേസ്ഡ് ബൈ ബോത്ത് മെൻ ആൻഡ് വുമൺ. Poverty, ignorance, injustice, racism and deprivation of basic rights are the main problems faced by both men and women. ഈ പ്രശ്നങ്ങളൊക്കെ ലോകത്തിലെ എല്ലാ ഭാഗത്തെയും ജനങ്ങൾ നേരിടുന്നു, അനുഭവിക്കുന്നു. Dear fellows, today I am focusing on women rights and girls' education because they are suffering the most. Dear fellows, പ്രിയപ്പെട്ട ജനങ്ങളെ, ടുഡേ ഐ ആം ഫോക്കസിങ് ഓൺ വുമൺ റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ. ഞാൻ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് വുമൺ റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ അവകാശങ്ങൾക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമാണ്. ബിക്കോസ് ദേ ആർ സഫറിങ് മോസ്റ്റ്, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ സഫറിങ് ചെയ്യുന്നത്, ദുരിതം അനുഭവിക്കുന്നത്. ദേ ആർ സഫറിങ് മോസ്റ്റ്, ദേ വുമൺ ആൻഡ് ഗേൾസ് ആർ സഫറിങ് മോസ്റ്റ്. ദർ വാസ് എ ടൈം when women social activists asked the men to stand up for their rights, but this time we will do it by ourselves. There was a time when women social activists asked men to stand up for their rights. There was a time, മുന്നൊക്കെ വുമൺ സോഷ്യൽ ആക്ടിവിസ്റ്റ് മെൻ ആക്ടിവിസ്റ്റിനോട് പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? സ്റ്റാൻഡ് അപ്പ് ഫോർ ദെയർ റൈറ്റ്സ്, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പൊരുതാൻ അവർ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ബട്ട് ദിസ് ടൈം വി വിൽ ഡു ഇറ്റ് ബൈ അവർ സെൽസ്. ബട്ട് ഇപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നത്, ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഐ ആം നോട്ട് ടെല്ലിങ് men to step away from speaking for women rights. Rather, I am focusing on women to be independent to fight for themselves. I am not telling men to step away for women rights. ഞാൻ പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളുടെ അവകാശം നേടിയെടുക്കുന്ന മാറിയെന്നല്ല, അവർ പിന്മാറിയെന്നല്ല. I am focusing on women to independent to fight for themselves. വുമൺ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, സ്വതന്ത്രമായിട്ട് fight for themselves. Women are independent to fight for themselves. സ്വതന്ത്രമായി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വുമൺ തന്നെ പ്രതികരിക്കാൻ തുടങ്ങി. വുമൺ തന്നെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങി. Dear sisters and brothers, now it's time to speak up. Dear sisters and brothers, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, it's time to സ്പീക്ക് അപ്പ്. ഇത് പ്രതികരിക്കാനുള്ള സമയമാണ്, പ്രവർത്തിക്കാനുള്ള സമയമാണ്. വി കോൾ അപ്പോൺ വേൾഡ് ലീഡേഴ്സ് ദാറ്റ് ഓൾ ദ പീസ് ഡീൽ മസ്റ്റ് പ്രൊട്ടക്ട് വുമൺ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്സ്. വി കോൾ അപ്പോൺ വേൾഡ് ലീഡേഴ്സ്, ഞങ്ങൾ വേൾഡ് ലീഡേഴ്സിനോട് കോൾ അപ്പോൺ, ആഹ്വാനം ചെയ്യുന്നു. ദ പീസ് ഡീൽ മസ്റ്റ് പ്രൊട്ടക്ട് വുമൺ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്സ്. ഓൾ പീസ് ഡീൽ, സമാധാനപരമായ എല്ലാ ഡീലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഡീലൊക്കെ വെക്കില്ലേ, ഓരോ നയങ്ങളൊക്കെ വെക്കില്ലേ, അത് പ്രൊട്ടക്റ്റ് ചെയ്യണം വുമൺ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്. ഓൾ ഡീസ് മസ്റ്റ് പ്രൊട്ടക്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്. എല്ലാ ഡീലുകളും എല്ലാ നയങ്ങളൊക്കെ എന്ത് ചെയ്യണം? മസ്റ്റ് പ്രൊട്ടക്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്. അവരുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം. ടേക്ക് നെക്സ്റ്റ് പേജ്. എ ഡീൽ ദാറ്റ്
goes against dignity of women and their rights are unacceptable. A deal that goes against dignity of women and their right is unacceptable. ഓരോ ഇങ്ങനെ വെക്കുന്ന ഡീലുകളും ഗോസ് അഗെയിൻസ്റ്റ് ഡിഗ്നിറ്റി ഓഫ് വുമൺ ആൻഡ് ദ റൈറ്റ്, സ്ത്രീകളുടെ ഡിഗ്നിറ്റി മാന്യതയ്ക്കെതിരായിട്ടും അവരുടെ റൈറ്റിന് എതിരായിട്ടുമാണെങ്കിൽ ദാറ്റ് ഈസ് അൺആക്സെപ്റ്റബിൾ, അത് സ്വീകരിക്കാനാവാത്തതാണ്. We call upon all government to ensure free and compulsory education for every child all over the world. We call upon government, ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുകയാണ്, to ensure free and compulsory education for every child all over the world. ലോകത്തിലെ എല്ലാ ഭാഗത്തെ കുട്ടികൾക്കും എൻഷോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രദാനം ചെയ്യണം. എൻഷോർ പ്രദാനം ചെയ്യുക, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. നമ്മുടെ കേരളത്തിലുണ്ട് 15 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. അതേപോലെ ലോകത്തിലെല്ലായിടത്തും ഈ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രദാനം ചെയ്യണം എന്നാണ് മലാല പറയുന്നത്. We call upon all governments to ensure free and compulsory education for every child all over the world. ലോകത്തിലെ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകണം എന്നാണ് മലാല പറയുന്നത്. We call upon all government to fight against terrorism and violence to protect children from brutality and harm. We call upon all governments, ഗവൺമെൻറ്റിനോട് മലാല പറയുകയാണ്, ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം. ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ, പിന്നെ എന്താണ് വയലൻസ് അക്രമത്തിനെതിരെയും ഫൈറ്റ് ചെയ്തിട്ട് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ബ്രൂട്ടാലിറ്റി ആൻഡ് ആം, മൃഗീയമായ മർദ്ദനങ്ങളിൽ നിന്നൊക്കെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ സംരക്ഷിക്കണം എന്നാണ് ഗവൺമെൻറ്റിനോട് മലാല പറയുന്നത്. We call upon government to fight against terrorism and violence to protect children from brutality and harm. വയലൻസിനും ഭീകരപ്രവർത്തനങ്ങൾക്കും അക്രമങ്ങൾക്കും എതിരെ യുദ്ധം ചെയ്ത് കുട്ടികളെ മൃഗീയമായ ക്രൂരതകളിൽ നിന്ന് സംരക്ഷിക്കണം എന്നാണ് മലാല പറയുന്നത്. We call upon developed nations to support the expansion of education opportunities for girls in developing world. We call upon the developed nation എന്ന് പറഞ്ഞാൽ വികസിത രാജ്യങ്ങളോട് പറയുന്നത് എന്താണ്, സപ്പോർട്ട് ദ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗേൾസ് ഇൻ ഡെവലപ്പിംഗ് വേൾഡിലെ പെൺകുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസ അവസരങ്ങളെ എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ, വികസിപ്പിക്കണം, വിസ്തൃതമാക്കണം എന്നാണ് പറയുന്നത്. പെൺകുട്ടികൾക്ക് അവിടെ വന്നിട്ട് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കണം എന്നാണ് മലാല ഡെവലപ്ഡ് നേഷൻസിനോട് പറയുന്നത്. പെൺകുട്ടികൾക്ക് എവിടെയും വന്നിട്ട് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരണം എന്നാണ് പറയുന്നത്. വി കോൾ അപ്പോൺ ഓൾ കമ്മ്യൂണിറ്റി ടു ബി ടോളറൻറ്റ് ടു റിജക്ട് prejudice based on caste, creed, religion or gender to ensure freedom and equality for women so that they can flourish. We call upon കമ്മ്യൂണിറ്റികളോട് സമുദായങ്ങളോട് പറയാണ് ടു ബി ടോളറൻറ്റ്, സഹിഷ്ണുതയുള്ളവരാകണം. എന്തിൻ്റെയൊക്കെ അതിൽ ടു റിജക്റ്റ് prejudice, നിരസിക്കണം. ഈ prejudice based on caste, creed and religion or gender, ജാതിയുടെയും മതത്തിൻ്റെയും ജെൻഡർ, സ്ത്രീയാണോ പുരുഷനാണോ അത് നോക്കിയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ മാറ്റിയിട്ട് എൻഷോർ ഫ്രീഡം ആൻഡ് ഇക്വാളിറ്റി ഫോർ വുമണിനെ എന്താ ചെയ്യണം, ഇക്വാളിറ്റി, തുല്യത പ്രാധാന്യം ചെയ്യണം. ചില സ്ഥലങ്ങളിലൊക്കെ ഇല്ലേ ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ വർഗ വിവേചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ എതിരായിട്ടുള്ള അതൊക്കെ മാറ്റിയിട്ട് ടു എൻഷുർ ഫ്രീഡം ആൻഡ് ഇക്വാളിറ്റി, സ്വാതന്ത്ര്യവും ഇക്വാളിറ്റി തുല്യതയും സ്ത്രീകൾക്ക് പ്രദാനം ചെയ്യണം. സോ ദാറ്റ് ദേ ക്യാൻ ഫ്ലറിഷ്, എന്നാലേ സ്ത്രീകൾ ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ, അഭിവൃദ്ധിപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത്. റിജക്റ്റ് ചെയ്യുക, നിരസിക്കുക, prejudice, ഓരോ ഇങ്ങനെയുള്ള ഓരോ ഇതൊക്കെ ഉണ്ടാവില്ലേ, സ്ത്രീകളെ ഇങ്ങനെ അവഗണിച്ച് കാണില്ലേ, അതൊക്കെ മാറ്റിയിട്ട് സ്ത്രീകൾക്ക് തുല്യത കൊടുക്കുക, ഇക്വാളിറ്റിയും ആൻഡ് ഫ്രീഡം, ഇക്വാളിറ്റി തുല്യതയും സ്വാതന്ത്ര്യവും കൊടുക്കാനാണ് പറയുന്നത്. വി cannot all succeed when half of us are held back. We cannot all succeed, ഞങ്ങൾ എല്ലാവരും വിജയിക്കില്ല when
ഹാഫ് ഓഫ് അസ് ആർ ഹെൽഡ് ബാക്ക്. പകുതി ഇപ്പോഴും പിന്നോക്കാവസ്ഥയിൽ തന്നെയാണ്. കുറേ ജനങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങിയാലും കുറേ ആൾക്കാർ ഇപ്പോഴും പിന്നോട്ട് തന്നെയാണ് എന്നാണ് മലാല പറയുന്നത്. We call upon our sisters around the world to be brave, to embrace the strength within themselves and realize their full potential. We call upon our sisters. ഞങ്ങളുടെ സഹോദരിമാരോട് ആഹ്വാനം ചെയ്യണം. എന്ത്? ടു ബി ബ്രേവ് ആവാൻ, ധൈര്യമുള്ളവരായിരിക്കാൻ. ടു എംബ്രേസ് ദ സ്ട്രെങ്ത് വിത്തിൻ ദംസെൽഫ്, അവരുടെ ഉള്ളിലുള്ള കഴിവിനെ മുറുകെ പിടിക്കാൻ. ആൻഡ് റിയലൈസ് ഫുൾ പൊട്ടൻഷ്യൽ, അവരുടെ ശക്തിനെ, അവരുടെ കഴിവിനെ, ഉള്ളിലുള്ള കഴിവിനെ തിരിച്ചറിയാനാണ് പറയുന്നത്. ടു എംബ്രേസ് സ്ട്രെങ്ത് വിത്തിൻ ദംസെൽ ആൻഡ് റിയലൈസ് ഫുൾ പൊട്ടൻഷ്യൽ, അവർ അന്തർലീനമായിരിക്കുന്ന, അവർ അടങ്ങിയിരിക്കുന്ന കഴിവിനെ അവർ തന്നെ തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. Dear brothers and sisters, we want schools and education for every child's bright future. Dear brothers and sisters, we want school. ഞങ്ങൾക്ക് എന്ത് വേണം? സ്കൂൾസ് വേണം. സ്കൂൾസ് എന്തിനാണ്? എഡ്യൂക്കേഷൻ ഫോർ എവ്രി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ, എല്ലാ കുട്ടികളുടെയും ശോഭനമായ ഭാവിക്ക് വേണ്ടി സ്കൂൾസ് വേണം. വി വിൽ കണ്ടിന്യൂ അവർ ജേർണി ടു അവർ ഡെസ്റ്റിനേഷൻ ഓഫ് പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവ്രി വൺ. വി വിൽ കണ്ടിന്യൂ അവർ ജേർണി, ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും. ടു റീച്ച് അവർ ഡെസ്റ്റിനേഷൻ, ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്തുന്നവരെ ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും. എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം? പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവ്രി വൺ. അവർ ഡെസ്റ്റിനേഷൻ ഈസ് പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവ്രി വൺ. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? സമാധാനവും എല്ലാവർക്കും വിദ്യാഭ്യാസമാണ്. നോ വൺ ക്യാൻ സ്റ്റോപ്പ് അസ്, നോ വൺ ക്യാൻ സ്റ്റോപ്പ് അസ്, ഞങ്ങളെ ആർക്കും തടയാൻ സാധിക്കില്ല. വി വിൽ സ്പീക്ക് ഫോർ അവർ റൈറ്റ്സ് ആൻഡ് വി വിൽ ബ്രിങ് ബ്രൈറ്റ് ചേഞ്ച് ത്രൂ അവർ വോയിസ്. വി വിൽ സ്പീക്ക് ഫോർ അവർ റൈറ്റ്സ്, ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. വി വിൽ ബ്രിങ് ബ്രൈറ്റ് ചേഞ്ച് ത്രൂ അവർ വോയിസ്, ഞങ്ങളുടെ ശബ്ദത്തിൽ കൂടെ ഞങ്ങൾ ആ മാറ്റം കൊണ്ടുവരിക തന്നെ ചെയ്യും. വി മസ്റ്റ് ബിലീവ് ഇൻ ദ പവർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് അവർ വേർഡ്സ്. വി മസ്റ്റ് ബിലീവ് ദ പവർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് അവർ വേർഡ്സ്, ഞങ്ങളുടെ വാക്കുകളുടെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ വേർഡ്സ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അവർ വേർഡ്സ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്, ഞങ്ങളുടെ വാക്കുകൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് പറയുന്നത്. ലെറ്റ് us സ്റ്റോപ്പ് ഹിയർ. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം, ഇവിടെ നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓൾ ഓഫ് us take your textbook, read this part again, read this part silently. While reading, underline difficult words. ഇതിൽ ഒരുപാട് ഡിഫിക്കൾട്ട് വേർഡ്സുകളുണ്ട്, അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അണ്ടർലൈൻ ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് എഴുതുക. ആൻഡ് ടേക്ക് യുവർ ഡിക്ഷണറി, ചെക്ക് ദ മീനിങ്, റൈറ്റ് ദ മീനിങ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിലെ മീനിങ്സ് എഴുതി വയ്ക്കുക. റീഡ് 2 or 3 times, 2 or 3 തവണ വായിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഇതൊരു സ്പീച്ചാണ്, അതുകൊണ്ട് എല്ലാവരും നന്നായി വായിക്കുക, ഡിഫിക്കൾട്ട് വേർഡ്സ് എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.